ഡിപ്രഷൻ എന്നത് വട്ടാണെന്ന് പറഞ്ഞ് ഉറക്കെ ചിരിക്കുന്ന കൃഷ്ണപ്രഭ ഒരു വ്യക്തി മാത്രമല്ല. മാനസികാരോഗ്യത്തെക്കുറിച്ചും വിഷാദ രോഗത്തെക്കുറിച്ചും അത് മനുഷ്യന്റെ മനസ്സിനെ ഏൽപ്പിക്കുന്ന മുറിവുകളെ കുറിച്ചും ഒരു ധാരണയുമില്ലാത്ത മനുഷ്യരുടെ പ്രതിനിധിയായിട്ടാണ് എനിക്ക് അവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. താൻ തന്നെയാണ് ലോകമെന്നും തന്റെ ജീവിതം തന്നെയാണ് എല്ലാവർക്കും ഉള്ളതെന്നും കരുതുന്ന മനുഷ്യരുടെ ഒരു പ്രതിനിധി. നമുക്ക് വിഷയത്തിലേക്ക് വരാം. നടി കൃഷ്ണപ്രഭ വിഷാദ രോഗത്തെക്കുറിച്ചും അതുപോലെ തന്നെ മാനസികാരോഗ്യത്തെക്കുറിച്ചും നടത്തിയ പരാമർശങ്ങൾ തികച്ചും നിരുത്തരവാദപരവും അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന ഒന്നുമാണ്. വേറെ പണിയൊന്നും ഇല്ലാത്തവർക്കാണ് ഡിപ്രഷൻ വരുന്നത് എന്നും പഴയ വട്ടിനെയാണ് ഇപ്പോൾ ഡിപ്രഷൻ എന്ന് വിളിക്കുന്നത് എന്നും ചിരിച്ചുകൊണ്ട് നിസ്സാരവൽക്കരിച്ചുകൊണ്ടുള്ള അവരുടെ വാക്കുകൾ ഈ വിഷയത്തിൽ അവർക്കുള്ള അജ്ഞതയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത്. മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സമൂഹം തുറന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു പൊതു വ്യക്തി എന്ന നിലയിൽ കൃഷ്ണപ്രഭയുടെ ഇത്തരം പ്രസ്താവനകൾ വളരെ അപകടകരമാണ്. വിഷാദ രോഗം എന്നത് വെറുതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തോന്നലല്ല, മറിച്ച് ജൈവപരവും മനഃശാസ്ത്രപരവും സാമൂഹികപരവുമായ നിരവധി കാരണങ്ങൾ ഉണ്ടാക്കുന്ന ചികിത്സ ആവശ്യമുള്ള ഒരു ക്ലിനിക്കൽ രോഗാവസ്ഥയാണ്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ കഠിനമായി പോരാടുന്ന ഒരു അവസ്ഥ കൂടിയാണിത്. ജോലിയുള്ളവർക്കും വിജയകരമായ ജീവിതം നയിക്കുന്നവർക്കും വരെ ഡിപ്രഷൻ വരാമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. വിഷാദ രോഗത്തിലൂടെ കടന്നു പോകുന്ന ഒരാളോട് നിങ്ങൾക്ക് പണിയില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത് ശുദ്ധ ഭോഷ്കാണ്. മാത്രവുമല്ല, സഹായം തേടുന്നതിൽ നിന്ന് തുറന്നു സംസാരിക്കുന്നതിൽ നിന്നും അവരെ പിന്നോട്ട് വലിക്കാനും ഇത്തരം വാക്കുകൾക്ക് കഴിയും. അറിവില്ലായ്മ ഒരു തെറ്റൊന്നുമല്ല. എന്നാൽ അറിവില്ലായ്മയെ പൊതുവേദിയിൽ വിളിച്ചു പറയുകയും ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നത്തെ കുറിച്ച് തമാശയാക്കി പറയുകയും ചെയ്യുന്നത് തികഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മ തന്നെയാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ മാനസികാരോഗ്യ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് കൃഷ്ണപ്രഭ കൂടുതൽ പഠിക്കുകയും ബോധവതിയാവുകയും ചെയ്യേണ്ടതുണ്ട്. വിഷാദ രോഗത്തെ വട്ട് എന്ന് വിളിച്ച് പരിഹസിക്കുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരോടുള്ള സാമൂഹിക മുൻവിധി അല്ലെങ്കിൽ സ്റ്റിഗ്മ വർദ്ധിപ്പിക്കുകയേ ചെയ്യുകയുള്ളൂ. മാനസികാരോഗ്യ പ്രശ്നങ്ങളെ തമാശയായി കാണുന്നതിന് പകരം രോഗാവസ്ഥകളെ തിരിച്ചറിയാനും സഹാനുഭൂതിയോടെ ചേർത്ത് പിടിക്കാനും സമൂഹം മുന്നോട്ട് വരേണ്ടത് ഈ ഘട്ടത്തിൽ അത്യാവശ്യവുമാണ്. കൃഷ്ണപ്രഭയുടെ വാക്കുകൾ ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർ അതിൽ ഖേദം പ്രകടിപ്പിക്കുകയും വിഷാദ രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ തിരുത്താൻ മുൻകൈ എടുക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതൊരു തമാശയായിട്ടുള്ള കാര്യമല്ല. ഇത് പലരുടെയും ജീവിതത്തെ ബാധിക്കുന്ന ഒരു ഗുരുതരമായ പ്രശ്നമാണ്. ആ പ്രശ്നത്തിലേക്ക് വരാം. വിഷാദ രോഗം എന്നത് വെറും ഒരു മാനസിക അവസ്ഥയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള ഒരു സങ്കടമോ ഒന്നുമല്ല. അത് ഒരാളുടെ ചിന്തകളെയും അതുപോലെ തന്നെ അവരുടെ വികാരങ്ങളെയും പെരുമാറ്റങ്ങളെയും ശാരീരിക നിലയെയും ദീർഘകാലത്തേക്ക് ബാധിക്കുന്ന ചികിത്സ ആവശ്യമുള്ള ഒരു ക്ലിനിക്കൽ രോഗാവസ്ഥയാണ്. സാധാരണ ഉണ്ടാകുന്ന സങ്കടത്തിൽ നിന്നും ഇത് തികച്ചും വ്യത്യസ്തമാണ്. ജീവിതത്തിലെ ഒരു പ്രത്യേക സംഭവം മൂലമോ നഷ്ടം മൂലമോ ഉണ്ടാകുന്ന സങ്കടം താൽക്കാലികമായിരിക്കും. എന്നാൽ വിഷാദ രോഗം 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുകയും ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യമില്ലായ്മയും എപ്പോഴും വിഷമിച്ചിരിക്കുന്ന അവസ്ഥയും ഉണ്ടാക്കുകയും ചെയ്യുന്നു. 2 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്നതും ഒരു വ്യക്തിയുടെ സാധാരണ ജീവിതത്തെ ബാധിക്കുന്നതുമായ ചില ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇത് വിഷാദ രോഗത്തിന്റെ സൂചനയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഭൂരിഭാഗം സമയത്തും ദുഃഖം, ശൂന്യത, നിസ്സഹായാവസ്ഥ എന്നിവ തോന്നുക, അതുപോലെ തന്നെ മുൻപ് സന്തോഷം നൽകിയിരുന്ന കാര്യങ്ങളിൽ പോലും താല്പര്യമില്ലാത്തൊരവസ്ഥ എന്നിവ ഇതിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇതിനൊപ്പം അമിതമായ കുറ്റബോധം, സ്വന്തം മൂല്യം കുറഞ്ഞതായി തോന്നുക, ആവർത്തിച്ചിട്ടുള്ള മരണചിന്തകൾ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണത എന്നിവയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ശാരീരികമായി ഇത് ഉറക്കത്തെയും ബാധിക്കുന്നുണ്ട്. ഉറക്കക്കുറവോ അല്ലെങ്കിൽ അമിതമായ ഉറക്കമോ ഇതുകൊണ്ടുണ്ടാകാം. വിശപ്പിൽ ഗണ്യമായ മാറ്റം വരികയും അതുമൂലം ശരീരഭാരം കുറയുകയോ കൂടുകയോ ചെയ്തേക്കാം. എപ്പോഴും കഠിനമായ ക്ഷീണവും ഊർജ്ജമില്ലായ്മയും അനുഭവപ്പെടുക, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും തീരുമാനങ്ങൾ എടുക്കുന്നതിലും ബുദ്ധിമുട്ട് നേരിടുക, സംസാരത്തിലും ചലനത്തിലും പ്രകടമായ വേഗത കുറവ് അനുഭവപ്പെടുക എന്നിവയും ഇതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. വിഷാദ രോഗം എന്ന് പറയുന്നത് ഒരൊറ്റ കാരണം കൊണ്ട് ഉണ്ടാകുന്ന ഒന്നല്ല. തലച്ചോറിലെ രാസവസ്തുക്കളായിട്ടുള്ള സെറോട്ടോണിൻ പോലുള്ളവയുടെ അളവിലുള്ള വ്യതിയാനങ്ങൾ ഒരു കാരണമാണ്. കുടുംബത്തിൽ വിഷാദ രോഗത്തിന്റെ ചരിത്രമുള്ളവർക്ക് രോഗം വരാനുള്ള സാധ്യതയും കൂടുതലാണ്. കഠിനമായ മാനസിക സമ്മർദ്ദം, സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രിയപ്പെട്ടവരുടെ നഷ്ടം, ചില ശാരീരിക രോഗങ്ങൾ എന്നിവയൊക്കെ ഈ അവസ്ഥയിലേക്ക് നയിക്കുന്ന മറ്റ് ഘടകങ്ങളാണ്. അതേസമയം തന്നെ വിഷാദ രോഗം എന്നത് പറയുന്നത് പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. മരുന്ന് ചികിത്സയും അതുപോലെ തന്നെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള സൈക്കോ തെറാപ്പിയുമാണ് പ്രധാന ചികിത്സാ രീതികൾ. രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് ഈ ചികിത്സാ രീതികൾ ഒറ്റയ്ക്കോ ഒരുമിച്ചോ നൽകാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടെന്നോ അല്ലെങ്കിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടെന്നോ തോന്നുകയാണെങ്കിൽ മടിക്കാതെ തന്നെ പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധന്റെ
സഹായം തേടേണ്ടതുണ്ട്. കൃത്യമായി ചികിത്സ കിട്ടുകയാണെങ്കിൽ ഇതിൽ നിന്നും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെയോ അതുപോലെ തന്നെ നമുക്കും രക്ഷപ്പെടാവുന്നതാണ്. വിഷാദ രോഗം എന്നത് വ്യക്തിപരമായ ഒരു ദൗർബല്യമോ അല്ലെങ്കിൽ മനോധൈര്യമില്ലായ്മയുടെ ലക്ഷണമോ ആയിട്ടല്ല, മറിച്ച് ലോകം മുഴുവൻ ശ്രദ്ധ നൽകേണ്ട ഒരു സുപ്രധാന പൊതുജനാരോഗ്യ വിഷയം തന്നെയാണ്. ഈ അവസ്ഥയെക്കുറിച്ച് ഇന്നത്തെ സമൂഹം ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടതിന്റെ പ്രസക്തി വളരെ വലുതാണ്. കാരണം വിഷാദം ഒരു വ്യക്തിയുടെ ജീവിതം മാത്രമല്ല, കുടുംബ ബന്ധങ്ങളെയും തൊഴിലിടങ്ങളിലെ കാര്യക്ഷമതയെയും സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പുരോഗതിയെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. നിരന്തരമായ സാമൂഹിക താരതമ്യങ്ങൾ കാരണം ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് വിഷാദ രോഗം ഇപ്പോൾ കീഴ്പ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു ആഗോള പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. വിഷാദ രോഗത്തെക്കുറിച്ച് ശരിയായ അവബോധം നൽകുന്നതിലൂടെ ഈ രോഗവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകളും മുൻവിധികളും ഇല്ലാതാക്കാൻ സഹായിക്കും. പണിയൊന്നും ഇല്ലാത്തവർക്ക് വരുന്ന അസുഖമെന്നോ പഴയ വട്ട് എന്നോ ഉള്ള ചിന്തകൾ തികച്ചും അശാസ്ത്രീയവും അപകടകരവുമാണ്. ഈ രോഗം തലച്ചോറിലെ രാസമാറ്റങ്ങൾ മൂലവും ജനിതകപരമായ കാരണങ്ങളാലും ഉണ്ടാകുന്ന ഒരു ക്ലിനിക്കൽ അവസ്ഥയാണെന്ന് സമൂഹം മനസ്സിലാക്കണം. ഈ തിരിച്ചറിവ് രോഗം ബാധിച്ചവർക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ സഹായം തേടാൻ ധൈര്യം നൽകും. മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ഒരു ശാരീരിക രോഗത്തെ പോലെ കാണാൻ കഴിയുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ ഇത് അത്യന്താപേക്ഷിതവുമാണ്. വിഷാദ രോഗം മനസ്സിലാക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രസക്തി ആത്മഹത്യകൾ തടയുന്നതിൽ അതിനുള്ള പങ്ക് തന്നെയാണ്. ആത്മഹത്യാ ശ്രമങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളൊന്ന് ചികിത്സ കിട്ടാത്ത വിഷാദ രോഗമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ചികിത്സയിലൂടെ ഈ രോഗത്തെ നിയന്ത്രിക്കാൻ സാധിക്കുകയാണെങ്കിൽ നിരവധി ജീവനുകൾ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും. രോഗലക്ഷണങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ദുരിതം അനുഭവിക്കുന്ന ഒരാളെ നേരത്തെ മനസ്സിലാക്കാനും സഹാനുഭൂതിയോടെ സംസാരിച്ച് അവരെ ഒരു വിദഗ്ധന്റെ അടുത്തേക്ക് എത്തിക്കാനും കഴിയും. ഈ ഒരു ഇടപെടൽ പലപ്പോഴും പ്രതീക്ഷയുടെ ഒരു വെളിച്ചമാണ്. കൂടാതെ ഉൽപാദനക്ഷമതയിലും സാമ്പത്തിക രംഗത്തും വിഷാദ രോഗം വലിയ പ്രത്യാഘാതങ്ങൾ ഇന്ന് സൃഷ്ടിക്കുന്നുണ്ട്. ശ്രദ്ധക്കുറവ്, ക്ഷീണം, തീരുമാനമെടുക്കാനുള്ള കഴിവില്ലായ്മ എന്നിവ കാരണം വ്യക്തികൾക്ക് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നുണ്ട്. ഇത് തൊഴിൽ ദിനങ്ങളുടെ നഷ്ടത്തിനും കാര്യക്ഷമത കുറവിനും കാരണമാകുന്നു. വിഷാദ രോഗം ചികിത്സിച്ച് ഭേദമാക്കുമ്പോൾ വ്യക്തിയുടെ ഉൽപാദനക്ഷമതയും ജീവിത നിലവാരവും മെച്ചപ്പെടുന്നുണ്ട്. ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യും. അതിനാൽ വിഷാദ രോഗത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഇന്നത്തെ സമൂഹത്തിന് അത്യാവശ്യം തന്നെയാണ്. അത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വേദന ലഘൂകരിക്കാനും ജീവൻ രക്ഷിക്കാനും കൂടുതൽ ആരോഗ്യകരവും സഹാനുഭൂതിയുമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കാനും നമ്മളെ സഹായിക്കും. സഹായം ആവശ്യമുള്ളവരോട് മുഖം തിരിക്കാതെ അവരെ ചേർത്ത് പിടിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ്. അല്ലാതെ കൃഷ്ണപ്രഭയുടെ വാക്കുപോലെ ഡിപ്രഷൻ ഒരു വട്ടൊന്നുമല്ല. അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ, അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുടെ കഥകൾ അറിയാതെ, അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്താതിരിക്കുക.